ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ 10-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. 10-ാം ദിവസം 630ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 70,000-നടുത്ത ആളുകൾ കാണുമ്പോൾ 42% ഓക്യുപ്പൻസിയിൽ 7ഓളം ഹൗസ്ഫുൾ ഷോകളും 69-നും മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുള്ള് ഷോകളുമാണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ ഫൈനലായി ലഭിച്ചിരുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത് 1,36,80,800 രൂപ, അതായത് 2.25 കോടിക്കടുത്താണ് സിനിമയ്ക്ക് വെള്ളിയാഴ്ച കളക്ഷൻ വന്നത്. ട്രാക്കിംഗ് മുഖാന്തരം ഇതുവരെ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ 20 കോടിയോളമാണ്. ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതുവരെ ഈ 630 ഷോകളിൽ നിന്ന് 1,06,00,000 രൂപയോളമാണ്. പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 1,49,00,000 രൂപ, അതായത് ഇന്നലത്തേക്കാളും വർധനവുണ്ട്. അതായത് വ്യാഴാഴ്ചത്തിന് സമാനമായ രീതിയിലുള്ള ഒരു കളക്ഷൻ ആയിരിക്കുമെന്നോ, അതായത് 2.5 കോടിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ 2.25 കോടിക്ക് ഇടയിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ ഇന്നും എന്നുള്ളതാണ്. എന്തായാലും ഒരു മികച്ച കളക്ഷൻ തന്നെയാണ് സിനിമ നേടുന്നത്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡിൽ നിന്ന് 50 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്ത്യ നെറ്റ് വന്നിരിക്കുന്നത് 23.6 കോടിയും ഇന്ത്യ ഗ്രോസ് വന്നിരിക്കുന്നത് 25.55 കോടിയുമാണ്. ഓവർസീസിൽ നിന്ന് മാത്രമേ 24 കോടി, അങ്ങനെ വേൾഡ് വൈഡായിട്ട് 49.55 കോടിയാണ് ഇന്നലെ വരെ സിനിമയ്ക്ക് ലഭ്യമായിരുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 5 കോടിക്ക് മുകളിലായിരിക്കും വേൾഡ് വൈഡ് കളക്ഷൻ, അതായത് 54-55 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ്. എന്താണേലും ഒരു വമ്പൻ സിനിമയെ വരികയും ഒട്ടുമിക്ക താരങ്ങളെയും യൂത്തിലെ ഉള്ള ഒട്ടുമിക്ക താരങ്ങളെയാണ് നിർത്തിക്കൊണ്ട് വന്ന വമ്പൻ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇപ്പോൾ മലയാളത്തിലെ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. എന്താണേലും ബഡ്ജറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആർക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനകത്തിൽ പ്രണവ് മോഹൻലാലിൻ്റെ പ്രതിഫലം ഏറ്റവും ഉയർന്ന, ഇത്ര പ്രതിഫലമോ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെയായി സോഷ്യൽ മീഡിയ കൊണ്ടാടിയപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഈ സിനിമ ഇന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ ഒറ്റ പേര്, അത് പ്രണവ് മോഹൻലാൽ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ വിജയമാകട്ടെ, 100 കോടി നേടട്ടെ എന്ന് ആശംസിക്കുന്നു. മീഡിയാസ്.